നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾക്ക് ഉണ്ടാക്കാം. പിന്നെ അളവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാല് വേണം. കൊഴുപ്പ് കൂടുതലുള്ള പാലെടുക്കുക. ഞാനിവിടെ ഈ ഒരു പാലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലാക്കി അതിലോട്ട് കുറച്ച് പഞ്ചസാരയും ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർക്കേണ്ട. അത് നിർബന്ധമില്ല. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പം സാധാരണ പാലാണെങ്കിൽ ഒന്ന് ടൈം എടുക്കും ഈ ഒരു കുറുക്കിയെടുക്കണതിന്. ഇനി ഇത് ഒരു മിക്സി ജാറിൽ ഒഴിക്കുക. മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കുക. പിന്നെ ഇതിൻ്റെ അളവുകളെന്ന് പറയുമ്പോൾ മാങ്ങൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ മാങ്ങ എടുക്കാം. അല്ലെങ്കിൽ പാലിൻ്റെ ഫ്ലേവറാണ് വേണ്ടെങ്കിൽ പാല് കൂടുതലെടുക്കാം. അതൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമ്മളിത് ഇതുപോലൊരു ഗ്ലാസ്സിലാക്കിയിട്ട് സിൽവർ ഫോയിൽ ഇങ്ങനെ അടച്ച് വെച്ച് അത് നമ്മൾ ഐസ്ക്രീം പോലെ ആക്കി എടുക്കാനാണ്. ഇതൊരു കുൽഫി മോഡലിൽ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പോപ്സിക്കൽ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചും ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. സിൽവർ ഫോയിൽ അതിൽ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് അത് മാറ്റിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്ന് ഇളം ചൂടുവെള്ളത്തിലൊന്ന് മുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന്. അപ്പോൾ നമ്മുടെ മാങ്ങ കുൽഫി അല്ലെങ്കിൽ മാങ്ങ ഐസ്ക്രീം എന്ത് വേണമെങ്കിലും പറയാം, റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.